ഹലോ വെൽക്കം ടു വൺസ്. സോ ഈ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്ന ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ റെഫ്രിജറേഷൻ എന്ന് പറഞ്ഞ സബ്ജക്റ്റിലെ യൂണിറ്റ് ആൻഡ് സെൻട്രൽ എയർ കണ്ടീഷനിങ് ആണ്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ സൈക്കോമെട്രിയിൽ അതിൻ്റെ ടോപ്പിക്സ് ബേസിക്കലി ഹ്യൂമിഡിറ്റി, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി, അതിൻ്റെ ടേംസ് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അത് സൈക്കോമെട്രി ആയിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് എന്ത് യൂണിറ്റിലെ സെൻട്രൽ എയർ കണ്ടീഷനിങ്, അതിലെ എയർ കണ്ടീഷണേഴ്സ് അല്ലേ. എയർ കണ്ടീഷണേഴ്സ് എന്ന് പറയുന്നിടത്ത് AC എന്നൊക്കെ നമ്മൾ ഷോർട്ടായിട്ട് പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ വീടുകളിലാവട്ടെ, ഓഫീസുകളിലാവട്ടെ, മാള്, സിനിമ തിയേറ്റേഴ്സ്, ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ AC എന്ന് പറഞ്ഞ സംഭവം അല്ല, ഒരു കൂൾഡ് കൺഫൈൻമെൻറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സാധനമുണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ട് ടൈപ്പാണ് എന്ത് യൂണിറ്റും സെൻട്രലും എന്നുള്ളത്. അപ്പോൾ ഇതെന്താണെന്ന് നോക്കുന്നതിന് മുമ്പായിട്ട് ബേസിക്കലി എയർ കണ്ടീഷനിങ് എന്താണെന്ന് നമുക്ക് അറിയണം അല്ലേ. എയർ കണ്ടീഷനിങ് എന്ന് പറയുന്ന നേരത്ത് എന്താ, AC എന്ന് പറഞ്ഞാൽ നമ്മൾ റെഫർ ചെയ്യുന്നുണ്ട് പ്രോസസ് ഓഫ് ഓൾട്ടറിങ് ദി പ്രോപ്പർട്ടീസ് ഓഫ് എയർ ടു മോർ കംഫോർട്ടബിൾ കണ്ടീഷൻ അല്ലേ. നമുക്ക് കംഫോർട്ടബിൾ ആയിട്ടുള്ള കണ്ടീഷനിൽ എയറിൻ്റെ പ്രോപ്പർട്ടീസ് എന്താ ചേഞ്ച് ചെയ്യുക, അതിന് നമുക്ക് എന്താ എയർ കണ്ടീഷനിങ് എന്ന് പറയാം. ടിപ്പിക്കലി എന്ന് പറഞ്ഞാൽ നല്ലൊരു ഇംപ്രൂവ്ഡ് തെർമൽ കണ്ടീഷൻസ് അല്ലേ, നല്ലൊരു ഇംപ്രൂവ് ചെയ്ത തെർമൽ കണ്ടീഷൻസും ഇൻഡോർ എയർ ക്വാളിറ്റി. അപ്പോൾ ഡിഫൈൻ ചെയ്യുന്നത് പ്രോസസ് വിച്ച് കൂൾ, ക്ലീൻ, സർക്കുലേറ്റ്, ഫ്രഷൻസ് എയർ ആൻഡ് കൺട്രോൾ ഇറ്റ്സ് മോയ്സ്ചർ കണ്ടന്റ്. അതിനെയാണ് നമ്മൾ എന്ത് എയർ കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ. കൂൾ ചെയ്യുക, ക്ലീൻ ചെയ്യുക, സർക്കുലേറ്റ് ചെയ്യുക, ഫ്രഷ് ചെയ്യുക എയറിന്, ആൻഡ് അതിൻ്റെ മോയ്സ്ചർ കൺട്രോൾ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന സംഭവമാണ് എന്ത് ഒരു എയർ കണ്ടീഷണർ എന്ന് പറയണം. അപ്പോൾ ബേസിക്കലി ചൂടുകാലത്തൊക്കെ എല്ലാവരും എല്ലാവരും ഇല്ലെങ്കിലും ഓൾമോസ്റ്റ് ആൾക്കാർ എന്താ വീടുകളിൽ AC യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ടെമ്പറേച്ചർ റിലേറ്റ് ചെയ്യുന്ന നമ്മുടെ ഹ്യൂമൻ കംഫോർട്ടബിൾ അല്ലേ, വേണ്ട രീതിയിൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്ന ഒരു തണുപ്പ്, അത് മോയ്സ്ചർ ഒരുപാട് ഇല്ലാണ്ട്, അങ്ങനെ നമ്മൾ പല സെറ്റിങ്സ് ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് AC-യിലുണ്ട്. ഇത്ര മോയ്സ്ചർ കണ്ടൻറ്റ് ഇല്ലേ, അതിൻ്റെ ടണ്ണേജ് വ്യത്യാസപ്പെടുത്തുക, അതേപോലെ തന്നെ ഫിൽറ്റേഴ്സ് ഉണ്ടാവും അല്ലേ, പൊടികൾ വരാണ്ടോ ഇല്ലേ വേറെ കമ്പോണൻസ് ബാക്ടീരിയസ് കാര്യങ്ങളൊന്നും വരാണ്ടിരിക്കാനുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് എന്താ AC ഇല്ലേ എയർ കണ്ടീഷനിങ്ങിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് എയർ കണ്ടീഷനിങ് എന്ന് പറയുന്നിടത്ത് എന്താ, ഹീറ്റ് എന്ന് പറഞ്ഞ ഒരു ഫോം ഓഫ് എനർജിയാണ്. അത് എപ്പോഴും എന്താണ് ഹൈ ടെമ്പറേച്ചറിൽ നിന്ന് ലോ ടെമ്പറേച്ചറിലേക്കാണ് നോർമലി ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ നിങ്ങൾ തെർമലിലായാലും റെഫ്രിജറേഷനിലായാലും പഠിച്ചിട്ടുണ്ട്, ലോവർ ടെമ്പറേച്ചറിൽ നിന്ന് ഹയർ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഒരു വർക്ക് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഈ ഒരു എയർ കണ്ടീഷണേഴ്സിൻ്റെയും പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അത് തന്നെയാണ്. നമ്മളൊരു ലോ ടെമ്പറേച്ചർ സ്ഥലങ്ങളിൽ നിന്ന് ഒരു ഹൈ ടെമ്പറേച്ചർ കൺഫൈൻമെൻറ്റിലേക്ക് എന്താ ഹീറ്റിനെ പാസ് ചെയ്യാൻ നേരത്ത് നമ്മൾ അഡീഷണൽ ആയിട്ടൊരു വർക്ക് അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പോൾ AC പോലെ തന്നെ ഇല്ല, AC-യുടെ കേസ് ഉണ്ട്, അതേപോലെ തന്നെ ബ്ലോവേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, പിന്നെ പല കൂൾഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻസിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾ തണുപ്പാണെങ്കിൽ പുറകിൽ ചെന്ന് AC-യുടെ ഔട്ട്ഡോറിൻ്റെ അവിടെ നിന്ന് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ചൂട് കാറ്റ് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഫോം ഓഫ് എനർജിയാണ് ട്രാൻസ്ഫറിങ് ഹീറ്റ് ഫ്രം വൺ ഒബ്ജക്റ്റ് ടു അനദർ ആണ്, റിമൂവിങ് ഹീറ്റ് ആൻഡ് ട്രാൻസ്ഫറിങ് ഇറ്റ് സംവെയർ എൽസ്. അപ്പോൾ നിങ്ങളൊരു കൂളറൊക്കെ നോക്കണമെങ്കിൽ അല്ലേ, പല സ്ഥലങ്ങളിൽ ചെറിയ മിനി കൂളേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ എന്തായിരിക്കും കൂളിംഗ് ആയിരിക്കും, പുറകെ തൊട്ട് കഴിഞ്ഞാൽ എന്താ ഹോട്ട് എയർ ആയിരിക്കും വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താ ബേസിക്കലി റെഫ്രിജറേഷൻ്റെ പ്രിൻസിപ്പിൾ തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. എന്നിട്ടാണ് നമുക്ക് എന്ത് കൂൾഡ് ആയിട്ടുള്ള കൺഫൈൻമെൻറ്റ് കിട്ടുന്നത്. ഓക്കെ, സോ നമ്മളൊരു എയർ കണ്ടീഷനിങ് കമ്പോണൻറ്റ് നോക്കുമ്പോൾ നേരത്തെ റെഫ്രിജറേഷൻ്റെ സാധനം തന്നെ ബ്ലോവർ ഉണ്ടാവും, ഇവാപ്പറേറ്റർ ഉണ്ടാവും, കംപ്രസർ ഉണ്ടാവും, കണ്ടൻസിങ് ഓയിൽസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അകത്ത് ബ്ലോവർ എന്ന് പറയുന്നിടത്ത് സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്, അതേപോലെ ഇവാപ്പറേറ്റർ കോയിൽ എന്ന് പറയുന്ന ഇൻഡോർ കമ്പോണൻ്റ് അടുത്തായിട്ട് നമ്മളെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഇവാപ്പറേറ്റർ സെക്ഷനിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന പോലെ തന്നെ ബ്ലോവറിനടുത്ത് എക്സ്ട്രാ ഹീറ്റിനെ എക്സ്ട്രാക്ട് ചെയ്യുക, ഹ്യൂമിഡിറ്റി ചെയ്യാനായിട്ടാണ് എന്ത് നമ്മുടെ ഇവാപ്പറേറ്റർ കോയിൽ എന്താ നമ്മൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഫിഗറിൽ കാണാം ഇവാപ്പറേറ്റർ കോയിൽ, അതേപോലെ തന്നെ എന്താ ബ്ലോവർ പുറത്ത് എയറിനെ ബ്ലോ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണം. പിന്നെ കംപ്രസറാണ് ഹീറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് ഇതിൻ്റെ പുറകുവശത്താണ് എന്ത് കംപ്രസർ വന്നത്, അവിടെ കൂടിയാണ് എന്ത് ഹീറ്റ് റിജക്ട് ചെയ്ത് പോകണം. പിന്നെ കണ്ടൻസിങ് കോയിൽ പിന്നെയും ആ ഒരു റെഫ്രിജറന്റിനെ കണ്ടൻസ് ചെയ്ത് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് എന്ത് കണ്ടൻസിങ് കോയിൽസ് നമ്മൾ എന്താ യൂസ് ചെയ്യണത്, ഇവിടെ കണ്ടൻസർ കോയിൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഫാൻ ഉണ്ട് പുറത്തേക്ക് ഹീറ്റിനെ അടിച്ച് കളയാൻ വേണ്ടി അല്ലേ. നിങ്ങൾ AC-യുടെ ഔട്ട്ഡോർ യൂണിറ്റ് കഴിക്കുന്ന ഒരു ഫാൻ നിങ്ങൾക്ക് കാണാം, അത് ഹീറ്റ് പുറത്തേക്ക് പോകാൻ വേണ്ടി വെരി നല്ല ഹോട്ട് അപ്പോൾ ഓവർ ഹീറ്റിംഗ്, അതിനെ ഹീറ്റ് തണുപ്പിക്കാനും കൂടി വേണ്ടിയാണ്. അതുപോലെ ഫിൽറ്റേഴ്സ് ഉണ്ട്, എയർ ഫിൽറ്റേഴ്സ്, കാരണം എയറിലെ ഇമ്പ്യൂരിറ്റീസ് കാര്യങ്ങളൊക്കെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി എന്താ എയർ ഫിൽറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ തെർമോസ്റ്റാറ്റ്, ആ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യണം അല്ലേ. നമ്മൾ റിമോട്ടിൽ ടെമ്പറേച്ചർ മാറ്റുക എന്ന് പറഞ്ഞാൽ അതിലൊരു തെർമോസ്റ്റാറ്റ് വെച്ചിട്ട് ടെമ്പറേച്ചർ അത് നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൺട്രോൾ സെൻറ്റർ ഓഫ് എയർ കണ്ടീഷൻ റീഡിങ് ദി ഇൻഡോർ ടെമ്പറേച്ചർ ആൻഡ് ടെല്ലിംഗ് ദി എയർ കണ്ടീഷൻ വെൻ ടു ടേൺ ഓൺ ചെയ്യണം, ലോ ഓഫ് ചെയ്യണം, ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യണം എന്നൊക്കെ തെർമോസ്റ്റാറ്റ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് മനസ്സിലാവാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് എന്തൊരു AC-യുടെ മെയിൻ കമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ തന്നെ റെപ്രസെൻറ്റേഷൻ ആണ് മൊത്തത്തിൽ കാണിച്ചേക്കണം.
ഇവാപ്പറേറ്റർ ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവാപ്പറേറ്റർ സെക്ഷൻ ആണ്. കൂളിംഗ് കോയിൽസ് റിമൂവ് ഹീറ്റ് ചെയ്യും ഹ്യൂമിഡിറ്റി ഫ്രം എയർ. പിന്നെ ബ്ലോവർ ഉണ്ട്, അതിനെ ബ്ലോ ചെയ്ത് വിടാനായിട്ട് സർക്കുലേറ്റ് എയർ ഓവർ ദി ഇവാപ്പറേറ്റർ. പിന്നെ കണ്ടൻസർ ഉണ്ട്, സി എന്ന് പറഞ്ഞ സെക്ഷനിൽ ഏറ്റവും പുറത്ത് യൂണിറ്റ് സെക്ഷനിൽ ഹീറ്റ് കോയിൽ റിലീസ് ദി കൂളിംഗ് കളക്റ്റഡ് ഹീറ്റ് പുറത്തേക്ക് പോണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കംപ്രസർ ഉണ്ട്, ഡി എന്ന് പറഞ്ഞതാണ് ആ ഒരു കംപ്രസർ സെക്ഷൻ. പമ്പ് ദാറ്റ് മൂവ്സ് ഇൻ ദ റെഫ്രിജറന്റ് ബിറ്റ്വീൻ ഇവാപ്പറേറ്റർ അതിൻ്റെ ബേസ് ചെയ്തിട്ട്. പിന്നെ ഫാൻ ഉണ്ട്, ഹീറ്റിനെ പുറത്തേക്ക് ഇജക്റ്റ് ചെയ്യണത്. പിന്നെ ഫിൽറ്റർ വരുന്നുണ്ട്, അത് നമ്മുടെ ഈ ഒരു സെക്ഷനിലാണ് എന്ത് ഫിൽറ്റർ, നമ്മൾ എയർ പുറത്തേക്ക് വരുന്ന സെക്ഷനിൽ എയർ കണ്ടീഷനിങ് യൂണിറ്റ് റിമൂവ് പാർട്ടിക്കിൾസ് ഫ്രം ദി എയർ ആണ്. പിന്നെ തെർമോസ്റ്റാറ്റ് ഉണ്ട്, ജി എന്ന് പറഞ്ഞ സെക്ഷനിൽ ടെമ്പറേച്ചർ ഡിനോട്ട് ചെയ്ത് ഇവിടെ കാണാം, നിങ്ങൾക്ക് ടെമ്പറേച്ചർ കാണിക്കുന്നു. സോ ഇത്രയും കമ്പോണൻസ് ആണ് എന്തൊരു എയർ കണ്ടീഷണറിലെ എ സിയിൽ വരുന്നത്. ക്ലിയർ? അപ്പോൾ കമ്പോണൻസ് എന്താണെന്ന് അറിയാം, അതെന്താണ് അതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്, ഓരോ കമ്പോണൻസിനും പ്രിൻസിപ്പിൾ എന്താണെന്ന് നല്ലപോലെ നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ടൈപ്സ് ഓഫ് എയർ കണ്ടീഷനിങ്, പല ടൈപ്പ് എ സികളുണ്ട്. എല്ലാത്തിൻ്റെയും പ്രിൻസിപ്പിൾ ഈ പറഞ്ഞ സാധനം തന്നെയാണ്. അതിൻ്റെ സൈസ് മാറും, ഷേപ്പ് മാറും, വലുതാവും ചെറുതാവും, ബട്ട് വാട്ട് എവർ മേ ബി ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഒരേ വർക്കിംഗ് തന്നെയാണ്. അപ്പോൾ പല ടൈപ്പ് ഉണ്ട്. സെൻട്രൽ എയർ കണ്ടീഷനിങ് സിസ്റ്റം ഉണ്ട്, എയർ ഹ്യൂമിഡിറ്റി യൂണിറ്റ് ബേസ്ഡ് എയർ കണ്ടീഷനിങ് സിസ്റ്റം ഉണ്ട്, യൂണിറ്റ് എയർ കണ്ടീഷനിങ് സിസ്റ്റം ഉണ്ട്, എച്ച് തന്നെ യൂണിറ്റ് ഉണ്ട്, സ്പ്ലിറ്റ് ഉണ്ട്, പാക്കേജ് ഉണ്ട്, ഡക്റ്റബിൾ ഉണ്ട്, നോൺ ഡക്റ്റബിൾ ഉണ്ട്. ഇങ്ങനെ പല ടൈപ്പ് എ സികൾ ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ബേസ്ഡ് ഓൺ സിലബസ് സെൻട്രലും യൂണിറ്റും ആണ് നമുക്ക് എന്ത് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ആണ് എന്ത് വിൻഡോ എയർ കണ്ടീഷനിങ്ങിലെ വിൻഡോ യൂണിറ്റ് എയർ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഇതൊക്കെ പണ്ട് കാലത്തുള്ളതാണല്ലേ. പണ്ടത്തെ സിനിമയൊക്കെ കാണുമ്പോൾ ഈ മാനേജറിൻ്റെ ക്യാബിനിൽ മാനേജറിൻ്റെ തൊട്ടടുത്ത് ഒരു ഇങ്ങനത്തെ ഒരു ഡക്റ്റ് പോലത്തെ വിൻഡോ എയർ കണ്ടീഷനിങ് ഉണ്ട്. ഈ സൈക്കിൾ എന്നൊക്കെ പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ആ ഒരു മോഷനൊക്കെ നടത്തുന്ന ആ ഒരു വിൻഡോ എയർ കണ്ടീഷനിങ് മാറ്റിയിട്ട് കയറുന്ന രീതിയിലാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു യൂണിറ്റിൻ്റെ പ്രത്യേകത ഇതിൻ്റെ തൊട്ട് പുറകിൽ തന്നെ ആയിരിക്കും ഔട്ട്ഡോർ യൂണിറ്റ് വരുന്നത്. കൂൾഡ് കൺഫൈൻമെൻറ്റ് ഹീറ്ററിൻ്റെ ഇവിടെ കൂളിംഗ് ആണെങ്കിൽ പുറത്ത് ഔട്ട്ഡോർ വന്നിട്ടുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ എയർ കണ്ടീഷനിങ് സ്പ്ലിറ്റ് എയർ കണ്ടീഷനിങ്ങിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്ഡോർ യൂണിറ്റ് ഉണ്ടെങ്കിൽ അത് കുറച്ച് നീക്കി തൊട്ട് പുറത്ത് തന്നെ വേണമെന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് എന്താ ഇത്തിരി വേണം നീക്കിയൊക്കെ വെക്കാം. അപ്പോൾ ഇതാണ് വിൻഡോ എയർ കണ്ടീഷനിങ്. ഏറ്റവും കോമൺലി യൂസ്ഡും ചീപ്പസ്റ്റ് ടൈപ്പ് ഓഫ് എയർ കണ്ടീഷനിങ് ആയിരുന്നു. പിന്നെ ഒരു ഇത് വെക്കാന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, മതിൽ അതേപോലെ തന്നെ കട്ട് ചെയ്യണം അല്ലേ. ആ ഒരു ഇതിൻ്റെ ഷേപ്പിൽ തന്നെ കറക്റ്റ് അത് കട്ട് ചെയ്ത് വെച്ച് ഇവിടെയും വെച്ച് അപ്പുറത്തും വെച്ചിട്ടാണ് എന്ത് അത് ക്ലോസ് ആവുന്നത്. ഓക്കെ, സ്ലോട്ട് വേണം, ഓപ്പൺ സ്പേസ് വേണം വാളിൻ്റെ പുറകിൽ. റിലയബിൾ ആണ്, സിമ്പിൾ ആണ്, ഈസി ടു ഇൻസ്റ്റോൾ ആണ്. പിന്നെ റൂം നമുക്ക് സെൻട്രൽ സ്പ്ലിറ്റിൻ്റെ ഒന്നും അത്രയും പൈസ ഇപ്പം കമ്പാരിറ്റീവ്ലി ഇല്ല, ബട്ട് അന്നത്തെ കാലത്ത് മേ ബി ആ എമൗണ്ട് കൂടുതൽ തന്നെയാണ് കൺസിഡർ ചെയ്യാം, പക്ഷെ കമ്പാരിറ്റീവ്ലി ചീപ്പറാണ്. സോ പ്രിൻസിപ്പിൾ സെയിം തന്നെയാണ് കേട്ടോ, ഓരോത്തിൻ്റെ പ്രിൻസിപ്പിളിനും വ്യത്യാസമൊന്നുമില്ല. അതേപോലെ തന്നെ ഇവാപ്പറേറ്റർ, കണ്ടൻസർ കോയിൽ, ബ്ലോവർ, ഫാൻ ഇതേ വർക്കിംഗ് തന്നെയാണ് ഇത് നടക്കുന്നത്. സോ ഇതാണ് എന്തൊരു യൂണിറ്റ് എയർ കണ്ടീഷനിങ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കമ്പോണൻസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഇൻലെറ്റ്, ഫിൽറ്റർ കാര്യങ്ങൾ, അതേപോലെ ഇവാപ്പറേറ്റർ കോയിൽ, കംപ്രസർ കാര്യങ്ങൾ, കണ്ടൻസർ ഫാൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ ഇതാണ് യൂണിറ്റ് എയർ കണ്ടീഷനിങ്. ഇതിൽ നിന്ന് കുറച്ചും കൂടി അതിൻ്റെ നിങ്ങൾക്ക് ഫിഗേഴ്സ് ഒന്നുകൂടി കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഒരു സൈഡ് വ്യൂയും ടോപ്പ് വ്യൂയും. അപ്പോൾ ഇവിടെ കാണാം സൈഡ് വ്യൂവിനെ ബേസ് ചെയ്ത് വരാൻ നേരത്ത് പുറത്തേക്ക് പോകുന്ന ഔട്ട് സൈഡ് സെക്ഷനും ഇവിടെയാണ് ആ മതിലിൻ്റെ ഇത്. ഇപ്പോൾ ഇൻസൈഡ് ഇത് ഔട്ട് സൈഡ് സെക്ഷനാണ് വരുന്നത്. തണുത്ത എയർ ഇവിടെ കിട്ടും, ഫിൽറ്റർ ഉണ്ട്, ഇവാപ്പറേറ്റർ ഉണ്ട്, ഫ്രണ്ട് പാനൽ ഇവിടെ വരും മതിൽ കറസ്പോണ്ടിങ് ആയിട്ട്. ഇപ്പുറം കംപ്രസർ സെക്ഷൻ, ഇവിടെ നിന്ന് ഫാൻ ഉണ്ട്, അതുവഴി ഹീറ്റ് എന്താ പുറത്തേക്ക് പോകും. സോ ഇത് സൈഡ് വ്യൂ ആണ്. ടോപ്പ് വ്യൂ വരുമ്പോൾ ഈ രീതിയിൽ വരും. അവിടെ നിങ്ങൾക്ക് കാണാം മേലിൽ നിന്നുള്ള വ്യൂ കാണിച്ചു നോക്കും. ഓക്കെ, അപ്പോൾ ഇതിന് കുറച്ചുകൂടി മോഡേൺ ആയിട്ട് വരുമ്പോഴാണ് എന്ത് സ്പ്ലിറ്റ് എയർ കണ്ടീഷനിങ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ അടുത്ത നമ്മുടെ വീടുകളിലെ ഓഫീസുകളിലൊക്കെ വെക്കുന്ന 2 പാർട്ട് ഉണ്ടാവും, ഇൻഡോർ യൂണിറ്റും ഔട്ട്ഡോർ യൂണിറ്റും ഉണ്ടാവും. രണ്ടും ഓപ്പോസിറ്റ് ആവണമെന്നില്ല. ഔട്ട്ഡോർ യൂണിറ്റ് ഔട്ട് സൈഡാണ് വരുന്ന റൂമിലെ ഹൗസിൻ്റെയൊക്കെ കേസിൽ. സെയിം കംപ്രസർ, കണ്ടൻസർ, എക്സ്പാൻഷൻ വാൽവ് കാര്യങ്ങളൊക്കെ പുറത്ത് വന്ന രീതിയിൽ. ഇൻഡോർ യൂണിറ്റിലായിരിക്കും ഇവാപ്പറേറ്ററും കൂളിംഗ് കോയിലും വരുന്നത്, അതേപോലെ തന്നെ കൂളിംഗ് ഫാൻ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതൊരു ഔട്ട്ഡോർ യൂണിറ്റ്, ഇതൊരു ഇൻഡോർ യൂണിറ്റ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കൂളിംഗ് കാര്യങ്ങൾ കിട്ടുന്നത് ഇവിടെ പുറത്തുനിന്ന് പറഞ്ഞാൽ എന്താ ഹീറ്റ് റിജക്ട് ചെയ്ത് പോകണം. അപ്പോൾ ഇത് ഇത്തിരി സ്പേസിൽ മാറ്റി വെക്കാൻ പറ്റും, അങ്ങനെ ഇത്തിരി നീക്കി വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ആ ഒരു ഹോസ് ത്രൂ ആണ് പോകുന്നത്. പിന്നെ 1-2 റൂമൊക്കെ കൂൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. കുറച്ചും കൂടി ലാർജ് ടണ്ണേജ് അല്ലെ, 1 ടൺ, 1.5 ടണ്ണ്, 2 ടൺ എയർ കണ്ടീഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. റിമോട്ട് യൂണിറ്റ് വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്ത് അതിനനുസരിച്ച് മാറ്റാം. സോ ഇപ്പോഴത്തെ വീടുകളിലും ഓഫീസുകളിലൊക്കെ എന്താണ് ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഒന്നുകൂടി വലിയ മാളുകൾ, സിനിമ തിയേറ്റേഴ്സ് ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നമുക്ക് ഈ ഒരു സ്പ്ലിറ്റ് എ സി കൊണ്ട് അവിടുത്തെ ഒരു കൂളിംഗ് മീറ്റ് ചെയ്യാൻ പറ്റില്ല.
അപ്പോഴാണ് നമ്മളെന്ത് സെൻട്രൽ എയർ കണ്ടീഷനിങ് സിസ്റ്റം വന്നത് അല്ലേ. വലിയ വീടുകളിലൊക്കെ അറ്റ് എ ടൈം തന്നെ എല്ലാ സ്ഥലത്തും ഒരേ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ നമുക്ക് എന്താണ് സെൻട്രൽ എയർ കണ്ടീഷനിങ് സിസ്റ്റം യൂസ് ചെയ്യാം. അപ്പോൾ സെൻട്രൽ എയർ കണ്ടീഷനിങ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇത് പല കാര്യങ്ങൾ, ലാർജ് ബിൽഡിംഗ്, ഹോട്ടൽസ്, തിയേറ്റേഴ്സ്, എയർപോർട്ട്, ഷോപ്പിംഗ് മാൾ, ഇതിനൊക്കെ വേണ്ടിയാണ്. വിൻഡോ സ്പ്ലിറ്റ് എയർ കണ്ടീഷൻ നമുക്കൊരു സിംഗിൾ റൂമിലേ പറ്റുള്ളൂ, അപ്പോൾ അത് ഇവിടെ യൂസബിൾ അല്ല. അപ്പോൾ മൊത്തത്തിലുള്ള ബിൽഡിംഗ് കൂൾ ചെയ്യാനായിട്ട് എന്താ നമ്മൾ ഈ ഒരു സംഭവമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കൂൾ എയറിനെ ടോട്ടലി കൺഫേം ചെയ്യുക. അപ്പോൾ അതിൽ മെയിൻ ആയിട്ടുള്ളൊരു യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റാണ്, AHU. ഇതെന്ത് ചെയ്യും, സക്ക് ചെയ്യും, എയറിനെ സക്ക് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ബോക്സ് ഷേപ്പ്, നിങ്ങൾ ഏറ്റവും ടോപ്പ് മാളിൻ്റെയൊക്കെ ഏറ്റവും മുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു യൂണിറ്റ് കാണാം. അപ്പോൾ അവിടെ നിന്ന് ഔട്ട്ഡോർ എയർ വരുന്നു, റിട്ടേൺ എയർ വരുന്നു, അതിന് ഫിൽറ്റേഴ്സ് കാര്യങ്ങളുണ്ട്, അതുവഴി കൂൾ ചെയ്തിട്ട് എന്താണ് എയറിന് സപ്ലൈ ചെയ്യുന്ന രീതിയിൽ. ഇതാണ് മൊത്തത്തിൽ ആ ഒരു സംഭവത്തിന് എന്താ കൺട്രോളാണ് AHU. അതേപോലെ തന്നെ സപ്ലൈ ഡക്റ്റ് ഉണ്ടാവും, ഇങ്ങനത്തെ ഡക്റ്റുകൾ നിങ്ങൾക്ക് കാണാം. ഇതുവഴിയാണ് എയറിനെ പാസ് ചെയ്തിട്ട് ഓരോ ഫ്ലോറുകളിലെ കറസ്പോണ്ടിങ് യൂണിറ്റിലേക്ക് എന്താണ് പമ്പ് ചെയ്യണം. അപ്പോൾ ഈ രണ്ട് സംഭവം വെച്ചിട്ടാണ് മൊത്തത്തിൽ എന്താണ് ഈ ഒരു സെൻട്രൽ എയർ കണ്ടീഷനിങ്. നിങ്ങൾക്ക് കാണാം ഈ മേളിൽ റൂഫ് ടോപ്പിൽ ആ ഒരു ഡക്റ്റ് കാര്യങ്ങളുണ്ട്, അതിനനുസരിച്ച് എയറിനെ കൺട്രോൾ ചെയ്ത് വന്ന് താഴെയും ഒരു യൂണിറ്റ് ഉണ്ടാവും ഹീറ്റ് റിജക്റ്റ് ചെയ്യാനായിട്ട്. മേ ബി അത് മേളിലും വെക്കാറുണ്ട് ഡിപ്പെൻഡിങ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് മൊത്തത്തിലുള്ള കൺട്രോൾ വരുന്നത്. സോ അത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇതിൽ മെയിൻലി നമുക്ക് നോക്കാനുള്ള യൂണിറ്റും സെൻട്രൽ എയർ കണ്ടീഷനിങ് ആണ്. എല്ലാത്തിൻ്റെയും പ്രിൻസിപ്പിൾ സെയിം ആണ് ആസ് ഐ ടോൾഡ് ഇനീഷ്യലി. അപ്പോൾ എന്താണ് എയർ കണ്ടീഷനിങ് എന്ന് നോക്കുക, പിന്നെ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്, ഓരോ പാർട്സ് എന്താണ് അത് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ പ്രിൻസിപ്പിൾ, അതിനെ ബേസ് ചെയ്തിട്ട് പല ടൈപ്പ് എയർ കണ്ടീഷനിങ്. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട്സോ ക്വയറീസ് ഉണ്ടെങ്കിൽ ചോദിക്കുക. മറ്റൊരു സെഷനിൽ വീണ്ടും കാണാം. സോ താങ്ക് യു.